മാഡം കുറച്ച് അർജന്റ് ജെറോക്സ് എടുക്കണം. സാർ ഇപ്പൊ എടുക്കാൻ പറ്റത്തില്ല. അയ്യോ, ഷോപ്പ് മാഡം, വളരെ ഇപ്പോഴാ ക്ലോസ് അത്യാവശ്യമാണ്. ചെയ്തത്. നിങ്ങള് രാവിലെ വാ. എന്ത് പറ്റി മോനെ? എന്റെ പേരക്കുട്ടി എവിടെ? അത് പിന്നെ സിറോക്സ് കടയിലെ ഷട്ടറൊക്കെ വലിച്ചിട്ട് പൂട്ടിയേക്കാണ്. ഞാനും ഫോണിൽ ട്രൈ ചെയ്ത് നോക്കി. സ്വിച്ച് ഓഫ് എന്നാ പറയുന്നേ. ആ ഇതിനൊക്കെ കാരണേ അവൻ ഒറ്റ വന്നല്ലോ. എന്താടോ മോളെ കാണുന്നില്ലെന്ന് പറഞ്ഞു കേട്ടു. അത് തന്നെ ഞാനും ചോദിക്കണത്. നിന്റെ മകൻ എന്റെ മകളെ തേച്ചോണ്ടേ നിന്റെ മകൻ എന്റെ മകളെ പോയിക്കൊണ്ട് ഭർത്താനം പറഞ്ഞിട്ട് പോയിരുന്നോ? എല്ലായിടത്തും അന്വേഷിച്ചോ നിങ്ങള്? അതോ അവളുടെ വീട്ടിലെങ്ങാനും? രണ്ടുപേരും നന്നായിട്ട് അഭിനയിക്കുന്നുണ്ടല്ലോ. വാക്കുകൾ പറയുമ്പോ സൂക്ഷിച്ചു പോയി. എന്തിനാ ആവശ്യമില്ലാതെ എല്ലാത്തിലും എന്റെ മോനെ വലിച്ചിടുന്നത്? അതെ, നിങ്ങളുടെ മകൻ ഭയങ്കര യോഗ്യതയുള്ളവനാ. ഇതൊക്കെ വെറുതെ തമാശ പറഞ്ഞോണ്ടിരിക്കല്ലേ. നിനക്ക് 1 മണിക്കൂർ സമയം. അതിനുള്ളില് നിങ്ങളുടെ മകൻ ഇദ്ദേഹത്തിന്റെ മകളെയും കുട്ടിയോടെ വന്നിരിക്കണം. എന്താ സാറേ ഇത്? ഇന്നലെ മുതൽ ഞങ്ങളുടെ മകനെ കാണാതെ ഞങ്ങൾ വിഷമിച്ചിരിക്കുക. ഇപ്പൊ ആ പെണ്ണെ കാണാത്തതിന് ഞങ്ങളുടെ മോന്റെ മേലാണ് പഴിയായിരുന്നത്. എന്റെ മോനെ ഞാൻ അങ്ങനെയൊന്നും അല്ല വളർത്തിയിരിക്കുന്നത് സാറേ. ദിവ്യ, ഇവരോരോരുത്തരും അവരുടെ ഭാഗം ശരിയാണെന്നുള്ള സ്റ്റേറ്റ്മെന്റാ തന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ വിചാരണ നടത്തിയാൽ സത്യം എന്താണെന്ന് അറിയാൻ പറ്റില്ല. നമുക്ക് പോലീസിന്റെ ഭാഷയിൽ വിചാരണ ചെയ്യാം. ഓ, പോലീസിന്റെ ഭാഷയിൽ അങ്ങനെ സ്ത്രീകളെ ചേർത്ത് അങ്ങനെ വിചാരണ നടത്തണ്ട. ആണുങ്ങളെ മാത്രം പോലീസിന്റെ ഭാഷയിൽ വിചാരണ നടത്തണം. അത് കണ്ടു കഴിയുമ്പോ സ്ത്രീകളുടെ വായിന്ന് സത്യമൊക്കെ പുറത്തേക്ക് വരും. എത്രയും പെട്ടെന്ന് എനിക്ക് റിപ്പോർട്ട് തരണം. ഇത് നോക്ക്, നിങ്ങളുടെ മകന് ഇവരുടെ മകളെ കല്യാണം കഴിച്ചു കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ തന്നെ മകളെ ഒളിപ്പിച്ചു വെക്കും. പിന്നെ ഞങ്ങൾ പോയി കണ്ടുപിടിച്ചിട്ട് കല്യാണം കഴിപ്പിക്കാൻ പറയും. ഇതിനാണോ ഞങ്ങൾ യൂണിഫോം ഇട്ടിരിക്കുന്നേ? മാഡം, ആ കൊച്ചിനെ കാണാതെ പോയപ്പോ മുതല് അവരെക്കാടി കൂടുതൽ വിഷമിക്കുന്നത് ഞങ്ങളാ. നിങ്ങളുടെ മകൻ എത്ര വലിയ കുറ്റമാ ചെയ്തിരിക്കുന്നറിയോ? കിഡ്നാപ്പ് ചെയ്യുന്ന അവനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്തോണ്ടിരിക്കുക. നിയമപ്രകാരം നിങ്ങളും വലിയ കുറ്റവാളികളാണ്. നോക്ക്, നിങ്ങളുടെ മുന്നിൽ വെച്ച് ഞാൻ അവന് കോൾ ചെയ്യാൻ പോവാ. കണ്ടില്ലേ, ചെയ്യേണ്ടതെല്ലാം ചെയ്തിട്ട് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുക. ഇതിനു മുന്നേ ആ ഏരിയയിൽ 3 പെൺകുട്ടികളെ കാണാനില്ല. ഇത്ര നാളായിട്ട് അതിന്റെ ഒരു അറിവും ഇല്ല. എനിക്കെന്തോ നിങ്ങളുടെ മകൻ മേലെ സംശയം. സംശയമല്ല, കൺഫേം. എന്റെ മോക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ കുടുംബത്തോട് ആത്മഹത്യ ചെയ്യുന്നുള്ളത് വേറെ വഴിയില്ല. മേഡം, എന്റെ കൺമുമ്പിൽ വെച്ച് എന്റെ പേരക്കുട്ടി ഇല്ലാണ്ടാക്കുന്നു പറഞ്ഞു മേഡം. നിനക്കെന്തെങ്കിലും ആ പയ്യനെ പറ്റി അറിയാവോ? ഇല്ല മേഡം, സുഖമില്ലാതെ ഞാൻ വീട്ടിൽ പോയിരിക്കുകയായിരുന്നു. എന്നാ അപർണയും വെട്രിയും ഇടയ്ക്കിടയ്ക്ക് വഴക്കുണ്ടാക്കാറുണ്ട്. അത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് ഇപ്പൊ എന്താ പറയുന്നേ? നിന്റെ അടുത്ത് സംസാരിക്കാതെ ഒരു 10 മിനിറ്റ് എനിക്ക് ഫോൺ വെക്കാൻ പറ്റുന്നില്ല. പക്ഷേ നീ ഇരിക്കടി. ഇനി നീ എന്നെ വിളിക്കുന്നത് വരെ ഞാൻ ഇവിടെ തന്നെ ഇരിക്കാൻ പോവാ. പൊള്ളാച്ചിയിൽ തുടർച്ചയായി പെൺകുട്ടികളെ കാണാതാകുന്നത് പോലീസ് അധികാരികളെ പരിഭ്രാന്തിയിലാക്കുന്നുണ്ട്. ഇന്ന് വീണ്ടും അപർണ എന്നൊരു പെൺകുട്ടിയെ കാണാതായ സംഭവത്തെ തുടർന്ന് അപർണയുടെ കാമുകൻ വെട്രിയായിരിക്കും ഒരുപക്ഷെ തട്ടിക്കൊണ്ടുപോയെന്നുള്ള നിഗമനത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു. ചേട്ടാ, ഒന്ന് ഫോൺ തരൂ.
ഇത്ര വലിയ വണ്ടി വെച്ചിട്ടുണ്ടല്ലോ, ഒരു ഫോൺ കഴിയില്ലേ? അല്ല ചേട്ടാ, ഫോണില് ചാർജ് ഇല്ല. അതെയാ, വീട്ടിൽ പോറേ, പെട്ടെന്ന് ശരി ചേട്ടാ, പെട്ടെന്ന് ഒറ്റ ഒരു മിനിറ്റ്. ഇപ്പൊ തന്നെ സംസാരിച്ചു. ഹലോ. എടാ പൊന്നു മോനെ, നിന്റെ അപർണല്ലേ, അവളെ ഒറ്റയടി പാതയില് ചാക്കില് വളരെ സുരക്ഷിതമായി കെട്ടി വെച്ചിട്ടുണ്ട്. വന്ന് എടുത്തോണ്ട് പോടാ. ഇതാ ചേട്ടാ, സംസാരിച്ചു കഴിഞ്ഞാ വളരെ നന്ദി. ആ, കുഴപ്പമില്ല. വെട്രി കണ്ടില്ലേ നീ? പൊക്കോ. അമ്മേ. ദേ നോക്ക്, ഒന്നങ്ങ് വെച്ച് വന്നാലുണ്ടല്ലോ, ആദ്യം നിന്റെ അവസ്ഥ ഒന്ന് കാണ്. അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലേ നീയാണ് കൊന്നതെന്ന് പറഞ്ഞ് നിന്നെ പിടിച്ച് ഉള്ളിലിട്ടേനെ. അമ്മേ, നിങ്ങളാണ് ഇങ്ങനെ സംസാരിക്കുന്നത്? അതേടാ, ഞാൻ തന്നെയാ സംസാരിക്കുന്നത്. ലക്ഷ്മി, നിന്നെ കല്യാണം കഴിച്ച അന്ന് മുതൽ ഞാൻ ഇന്ന് വരെ നിന്റെ മേൽ കൈവച്ചിട്ടില്ല. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കരുത്. വേറെന്തമ്മേ, ഒരു ചൊറിപ്പട്ടി കടിച്ചാ ചൊറിപ്പട്ടിയാണ് കൊല്ലേണ്ടത്, അല്ലാതെ കടി വാങ്ങിയ ആളല്ലേ കൊല്ലേണ്ടത്. താങ്ക് യു സർ, താങ്ക് യു. പൊള്ളാച്ചി നഗറിൽ കാണാതായ അപർണ എന്ന യുവതിയെ പോലീസ് അധികാരികൾ ജീവനോടെ കണ്ടെത്തിയിരിക്കുന്നു. തീവ്രപരിചരണ വിഭാഗത്തിൽ കഴിയുന്ന അപർണയെ പോലീസുകാർ ഇപ്പോൾ ചോദ്യം ചെയ്തു വരികയാണ്. ഈ കൊടും ക്രൂരതയ്ക്ക് പിന്നിലുള്ള കുറ്റവാളിയെ ഉടൻ തന്നെ പിടികൂടുമെന്ന് പോലീസ് അധികാരികൾ അറിയിച്ചിട്ടുണ്ട്. ഇത് ഞാൻ തന്നെ ഈ പ്രശ്നം ഉണ്ടാക്കിയത്. എല്ലാത്തിനും കാരണം ഞാൻ തന്നെയാ. നിന്റെ മരണം കണ്ടതിന് ശേഷം മാത്രമേ എന്റെ മരണം വരാവൂ. അവൻ ഇതിനു മുമ്പ് നീ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? അവനെ കണ്ടിട്ടില്ല. പക്ഷേ എന്റെ ഫോൺ എവിടെ? ദേ ഇവിടെ നോക്ക്, ഇത് ഡാനിയൽ ഐഡിന്ന് എനിക്ക് ഷെയർ ആയത്. ഈ പെണ്ണിന്റെ ഫോട്ടോ ആണെങ്കിൽ ഞാൻ അന്ന് ആ റൂമിൽ വെച്ച് കണ്ടായിരുന്ന. ഫോൺ തന്നെ. ഈ പെണ്ണ് മീരയല്ലേ? എന്താ ഈ പെണ്ണിന്റെ ഫോട്ടോ എങ്ങനെയാ നിങ്ങളുടെ കയ്യില്? ഓൾറെഡി ഡാനിയൽ എന്ന് പറഞ്ഞ ആള് എന്റെ ഫ്രണ്ട് ലിസ്റ്റിലുണ്ട്. സോ അവന്റെ ഐഡിന്നാ എനിക്ക് ഈ ഫോട്ടോ ഷെയർ ആയിട്ടുള്ളത്. സോ ഇതും അതും സെയിം അല്ലേ? ആ അതെ. ദിവ്യ, യെസ് സർ. ആ ഡാനിയലിന് നിന്റെ മൊബൈലിൽ നിന്ന് ഒരു ഫ്രണ്ട് റിക്വസ്റ്റ് കൊടുക്ക്. സർ, എന്റെ മൊബൈലിരുന്നോ? അയ്യോ, നീ ശരിക്കും ഫ്രണ്ട് ആവാൻ വേണ്ടി റിക്വസ്റ്റ് കൊടുക്കാൻ പറഞ്ഞതല്ല. ഇപ്പോ നമ്മൾ വെള്ളം അടിച്ചിട്ട് പോകുമ്പോ എന്തെങ്കിലും പുല്ലോ മരമോ എന്തെങ്കിലും പിടിച്ചു വെക്കാനായിട്ട് തോന്നും.
അതുപോലെ തന്നെ ഈ കൊലയാളിയെ സംബന്ധിച്ചിടത്തോളം ഒരു ക്ലൂ ഇല്ല. അറ്റ്ലീസ്റ്റ് നിന്റെ ഒരു ഗ്ലാമർ സ്റ്റിൽ കണ്ടിട്ടെങ്കിലും അവൻ വീഴുമെന്നുള്ളൊരു വിശ്വാസം കൊണ്ട് മാത്രമാണ്. സർ നോ നോ നോ, യു ആർ റിയലി ബ്യൂട്ടിഫുൾ. താങ്ക് യു സർ. ഇപ്പൊ ഞാൻ വീഴുന്നു. ചത്തത് വിചാരിച്ച് എടുത്തെറിഞ്ഞപ്പോ ഇവിടെ വളരെ സേഫായിട്ട് ഒന്ന് കിടക്കുവാണല്ലേ. വെട്രി, ഓ, ഇത് പോലീസ് മാഡത്തിന്റെ ചൂണ്ടയായിരുന്നു അല്ലേ?